Praise the Lord. Praise the Lord. Hallelujah. Thank you, Jesus. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിൺമയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആരാധന 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 യേശുവിനാരാധന ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിച്ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിൺമയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ വൈകിവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട FB പേജിലൂടെ, റോസ് ഫാമിലി എന്ന FB പേജിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം സർവകൃപാലുവായി ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ നന്ദി പറയുന്നു. ആദ്യമായി ദൈവത്തിന്റെ സകല മാനവും സകല മഹത്വവും സകല പോഴ്ചയും സകല ആരാധനയും കർത്താവിന് അർപ്പിക്കുന്നു.
ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിലേക്ക് പ്രാർത്ഥിക്കുന്ന ഇപ്രകാരം ഒരു അവസരം ഒരുക്കുക ദൈവത്തിന് ആദ്യം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ മീറ്റിംഗിൽ ക്ഷണിച്ച വചന ശുശ്രൂഷകനെ ക്ഷണിച്ച സിസ്റ്റർ ലോസ്ലിൻ സുരേഷ് അവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ സ്നേഹം ഞാൻ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹമായിട്ട് സമയപരിമിതികൾ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് എന്റെ പ്രാർത്ഥന വരെ തന്ന ഒരു ചിന്ത നിങ്ങളുമായി കൈമാറി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. നിരന്തരമായി പ്രസംഗിക്കുന്ന ഇതുകൊണ്ട് എൻ്റെ തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ് മെസ്സോത്തർ. എങ്കിലും എൻ്റെ പ്രാർത്ഥന തന്ന ചിന്തകൾ നിങ്ങളുമായി കൈമാറി എൻ്റെ വാക്കുകൾക്ക് വിരാമം ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യപ്രകാരം പറയും. യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാവുന്ന സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്നെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ഹല്ലേലൂയ. വളരെ സുബീയമായ ചിന്തയാണ് ഞാൻ നിങ്ങളുമായി കൈമാറാൻ ശാന്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ സന്ധ്യാവേളയിൽ ഈ മീറ്റിംഗ് അയക്കുന്ന എല്ലാ ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ പട്ടണങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്റ്റേറ്റിൽ നിന്ന് ഈ മീറ്റിംഗ് ശേഷവും ഇപ്പോഴും അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് ശേഷവും മണിക്കൂർ ശേഷവും ദിവസങ്ങൾക്ക് ശേഷവും ആഴ്ചയ്ക്ക് ശേഷവും അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും സ്തോത്രം എല്ലാവർക്കും വീണ്ടും വരാവുന്ന യേശു നാമത്തിന്റെ സ്നേഹത്തിന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മൾ ഒരുമിച്ച് ഈ സായന വേള നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നല്ല ചിന്തയാണ് കർത്താവ് നിങ്ങൾക്ക് തന്നത്. ഭാഗത്തിൽ ഓടി വരുവാൻ ആഗ്രഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും എന്ത് ചെയ്യരുത്, നശിച്ചു പോകരുത്. ലോകരക്ഷിതാവായ യേശു ഈ ഭൂമിയിൽ വന്നത് ഭൂമി വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ ഒരിക്കലും കടന്നു വന്നു. എന്തിനു വേണ്ടിയാണ് യേശു ഒരിക്കലായി ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ വേഷത്തിൽ മനുഷ്യനായി അവതരിച്ച് ഹല്ലേലൂയ 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 ഈ ഭൂമി ജീവിച്ചു. എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? ഹല്ലേലൂയ. മാനവകുലത്തിന്റെ പാപത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഓ ഹല്ലേലൂയ. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഒരിക്കലും ഈ ഭൂമിയിൽ അവതരിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിൾ വചനം പറയുന്നു, മറ്റൊരുത്തൻ എന്തില്ല, രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം അത് യേശുവിന്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ വന്നത് മനുഷ്യരെ, പാപികളായിരുന്ന ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. പാപത്തിൽ കിടക്കുന്ന മനുഷ്യരെ, പാപത്തിന് അണ്ടു കിടക്കുന്ന മനുഷ്യരെ, ഹല്ലേലൂയ, പാപത്തിന് അധീനപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ, ഹല്ലേലൂയ, അതിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി പാപമില്ലാത്തവർ മാത്രമേ അവരെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഓ ജീസസ്. ഹല്ലേലൂയ. പാപം അറിയില്ലാത്തവൻ, പാപം എന്തെന്ന് അറിയാത്തവൻ, പാപം എന്തെന്ന് അറിയാത്ത യേശുവാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിന്റെ പാപത്തെ മോചിച്ചുകൊണ്ട് അവരെ രക്ഷിപ്പാനായി അവർ ഇറങ്ങി വരുവാടിയായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവരെ വിളിക്കുന്നതിന് വേണ്ടി, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവർ നശിച്ചു പോകരുത്, അവർ തകർന്നു പോകരുത്, അവർ അസ്തമിച്ചു പോകരുത്, അവരെ രക്ഷിക്കാൻ വേണ്ടി, ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി പരിപാടിയായി തീർന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. മാനവത്തിന്റെ പാപത്തിന് മോചനത്തിനായി യേശു ഭൂമിയിൽ അവതരിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ പ്രത്യേകത, അവൻ പാപം എന്തെന്ന് അറിയത്തില്ല, അവൻ പാപമില്ലാത്ത വ്യക്തിയാണ്. ആ വ്യക്തിക്ക് മാത്രമേ ഹല്ലേലൂയ പാപത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. മനുഷ്യൻ പാപം ചെയ്തു. നമുക്കറിയാം ആദ്യം മുതൽ നമ്മൾ ആദാം ഹവ്വയും പഠിച്ചു കഴിഞ്ഞാൽ അവർ ആദാം ഹവ്വയും ദൈവം ഏദൻ പൂങ്കാവനത്തിലാക്കി വെച്ചു. അവർക്ക് ചില നിബന്ധനകൾ വെച്ചു. പക്ഷേ അവർ നിബന്ധനകളെ തെറ്റിച്ച് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ട് പാപം ചെയ്തു. ബൈബിൾ പറയുന്നത് അവർ അനുസരണക്കേട് കാണിച്ചു. എപ്പോഴാണോ അവർ അനുസരണക്കേട് കാണിച്ചത് അപ്പോൾ അവർ തോട്ടത്തുനിന്ന് പുറത്തായി. ഓ ഹല്ലേലൂയ
അവർ തോട്ടത്തിന് പുറത്തായി. ആമേൻ ഹല്ലേലൂയ. അവർ പാപം ചെയ്ത് അവർ ദൈവത്തിന് ഒരു ചെറിയ അനുസരണക്കേട് കർത്താവ് പറഞ്ഞെന്ത് ചെയ്യില്ല, ദൈവം പറഞ്ഞ് അവർ അനുസരിച്ചില്ല. അനുസരിക്കാതെ വന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. അനുസരിക്കാത്തവർ ഹല്ലേലൂയ അനുസരിക്കാതെ വന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. അവർ തോട്ടത്തിന് പുറത്തായി. ഹല്ലേലൂയ. അപ്രകാരം തുടങ്ങി തുടർന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ജനമല്ല, ദൈവത്തിന് അകന്നകന്ന് ദൈവത്തിന് മറന്നുകൊണ്ട് ദൈവത്തിന് അകന്നുകൊണ്ട് ജീവിക്കുന്ന ജനമാണ്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാണ്? മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി. ഒരു കൂട്ടം ജനറേഷൻ തകർന്നു പോകുന്നുണ്ട്, ഒരു ജനറേഷൻ നശിച്ചു പോകുന്നുണ്ട്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ പുറത്തെടുക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. ശ്രദ്ധിക്കണമേ. ഈ ഭൂമിയിൽ ജീവിച്ചു 33 വർഷം യേശു ഈ ഭൂമിയിൽ പാർത്തു. 33 വർഷം പാർത്തതിനു ശേഷം ആ 3 വർഷം എന്ന് പറയുന്നത് അത് തീപ്പൊരി ശുശ്രൂഷയായിരുന്നു. ഹല്ലേലൂയ. അപ്രകാരം ശക്തമായ ദൈവം ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം തന്റെ മാനവത്തെ രക്ഷത്തിന് വേണ്ടി അവന്റെ അവസാന തുള്ളിച്ചോര, അവന്റെ രക്തം എന്ത് ചെയ്തു? ചിന്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി രക്തം ചിന്തിയത്? നമുക്കറിയാം, പാപത്തിന് മോചനം ലഭിക്കണമെങ്കിൽ ഇന്നുള്ള കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പുണ്യ നദികൾ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിൽ നിന്നൊന്നും എന്തില്ല, പാപത്തിന് പരിഹാരം ലഭിക്കത്തില്ല. പൊന്നു സഹോദര സഹോദരി, നിങ്ങൾ ഏത് മതത്തിലായിരിക്കുന്നു, ഏത് ജാതിയിലായിരിക്കുന്നു, അത് കർത്താവിന് വിഷയമുള്ള കാര്യമല്ല, അത് യേശുവിന് വിഷയമുള്ള കാര്യമല്ല. നിന്റെ പാപത്തിന് പരിമിത ഫലമായി പാപത്തെ മോചിക്കണമെങ്കിൽ മറ്റൊന്നിനും കഴിയത്തില്ല. യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, അത് യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത, ആ രക്തം നമ്മെ കഴുകുന്ന രക്തമാണ്, നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുക്കുന്ന രക്തമാണ്. നമ്മുടെ പാപത്തെ കഴുകുവാൻ മറ്റൊന്നിനും കഴിയത്തില്ല. യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി അവൻ ഹല്ലേലൂയ യാഗമായി തീർന്നു. ഞാൻ ചുരുക്കി പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. സമയപരിധികളുണ്ട്, ചുരുക്കി വിടുകയാണ്. നമുക്ക് എല്ലാ ചിന്തകളും അറിയുന്നുള്ള വേഗത്തിൽ ഒടിച്ചു വിടുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. അവൻ യാഗമായി തീർന്നു. അവന്റെ അവസാന തുള്ളിച്ചോര വരെ എന്ത് ചെയ്തു? അവൻ ചിന്തി, അവൻ മരിച്ച് യോസേഫിന്റെ കല്ലറ അടക്കം ചെയ്തു. ഹല്ലേലൂയ. നോക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യാഗമായി തീർന്ന ദൈവത്തിന് ആമേൻ. ഹല്ലേലൂയ. നോക്കണമേ. അവിടെ യോസേഫിന്റെ കല്ലറ അടക്കം ചെയ്തു. അവൻ എല്ലാ കല്ലറും അടഞ്ഞിരിക്കുമ്പോൾ റോമ ഗവൺമെന്റ് സീൽ പതിപ്പിച്ചു. ഇനി ഒരിക്കലും ദൈവം പുറത്തു വരരുത്, ഇനി ഒരിക്കലും പുറത്തു വരെന്ന് പറഞ്ഞ് റോമ ഗവൺമെന്റ് സീൽ വെച്ചു. പക്ഷേ സകല സീലുകളെയും സകല കല്ലറുകളും അടഞ്ഞിരിക്കുമ്പോൾ 3-ാം ദിവസം നസറേനായ യേശു ക്രിസ്തു അതിനെ ഭേദിച്ചുകൊണ്ട്, കല്ലറുകളെ ഭേദിച്ചുകൊണ്ട് പുറത്തു വരുവാനിടയായിരുന്നു. ആ യേശുവിനെയാണ് ഇന്ന് ഈ സായാഹ്നവേളയിൽ ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുന്നത്. ആ യേശുവിന് മാത്രം നിങ്ങളെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലായിരിക്കുന്നു അത് വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ രോഗത്തിലായിരിക്കുന്നു, വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ കുടുംബമായി തകർന്നിരിക്കുകയാണോ? ഭാരപ്പെടേണ്ട. ഏക ഉത്തരം അത് ക്രിസ്തുവാണ്. യേശുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിടുതലുള്ളൂ. യേശുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. യേശുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് സമാധാനമുള്ളൂ. യേശുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആശ്വാസമുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ സമാധാനം തന്നേച്ചു പോകുന്നു. ഈ ശബ്ദപരിധിയിൽ ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ ഈ മിച്ചി ശേഷവും ചിലപ്പോൾ ചില സഹോദരന്മാർ കണ്ടേക്കാം, ചില സഹോദരിമാർ കണ്ടേക്കാം, സമാധാനം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ കുടുംബം തകർന്ന് ഭാരത്തൊഴിച്ചില് കുടുംബം തകർത്ത് സാധാരണ സന്ദേഹകര് കുടുംബം തകർന്ന് ഭാരത്തോടെ ചില വ്യക്തികൾ ഈ സന്ദേശം കേൾക്കും. അവരുടെ ആത്മ ഇടപെടുകയാണ്. അത് നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം അത് യേശുവിൽ മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കൂ. യേശു തകർക്കുന്ന ദൈവമല്ല, യേശു സ്നേഹിക്കുന്ന ദൈവമാണ്. യേശു വിടുവിക്കുന്ന ദൈവമാണ്. യേശു രക്ഷിക്കുന്ന ദൈവമാണ്. യേശു രക്ഷകനാണ്. ഹല്ലേലൂയ. യേശുവിലൂടെ മാത്രമേ എന്തേ ഉള്ളൂ? രക്ഷയുള്ളൂ. ഹല്ലേലൂയ. യേശുവിൽ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ. യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ. വായിച്ച വേദപാതി ഓടി വരാൻ ആഗ്രഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ആരും എന്ത് ചെയ്യരുത്? നശിച്ചു പോകരുത്. ആരും നശിച്ചു. ഇന്നത്തെ നോക്കണമേ, നമുക്കറിയാം
നമുക്കറിയാം ഹല്ലേലൂയ, സോദോം ഗോമർ എന്ന അനുഗ്രഹപ്പെട്ട പട്ടണം. പക്ഷേ അമേഹലി അവിടെ ലോത്തും കുടുംബം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പാപം ചെയ്തു. പക്ഷെ ലോത്തും കുടുംബവും ദൈവത്തെ ഭയപ്പെട്ട കുടുംബമായിരുന്നു, ദൈവത്തെ സ്നേഹിച്ച കുടുംബമായിരുന്നു, ദൈവത്തെ ആദരിച്ച കുടുംബമായിരുന്നു, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച കുടുംബമായിരുന്നു ലോത്തും കുടുംബവും. ഹല്ലേലൂയ. നമുക്കറിയാം ആ സോദോം ഗോമോര പട്ടണത്തിനത് സംഭവിച്ചത് ദൈവഭയം നഷ്ടപ്പെട്ട്, ദൈവത്തിന് അകന്നുപോയി, ദൈവത്തെ മറന്നു ജീവിക്കാൻ തുടങ്ങി. ദൈവത്തെ മറന്നു ജീവിക്കാൻ തുടങ്ങി ഒരു ജനറേഷൻ. ദൈവത്തെ മറന്നു ജീവിക്കുമ്പോൾ ലോത്തും കുടുംബ ചില കാര്യമാണ് ദൈവത്തെ മുറുകെ പിടിക്കാണ്ടിയായി തീർന്നു. സംഭവിച്ചെന്നറിയണ്ടേ? ദൈവത്തെ മറന്നു ചെയ്ത് മ്ലേച്ഛതകളും പാപങ്ങൾ ചെയ്ത് ദൈവത്തിന് അകന്നകന്ന് പോയപ്പോൾ സംഭവിച്ച അരിപ്രകാരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് അകന്നു പോയപ്പോൾ ദൈവത്തിന്റെ കോപം അവിടേക്ക് ഇറങ്ങി പരിപാടിയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കോപം ഇറങ്ങി സംഭവിച്ചാരെന്ന് അറിയണ്ടേ? ദൈവത്തെ ഭയപ്പെട്ട ലോത്തിനെ കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ചു. അന്ന് അവിടെ പാർപ്പിറ്റ പ്രമാദമായപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു, അവരെ നിർബന്ധിച്ചു. നിങ്ങൾ അവിടെ ജീവരക്ഷയ്ക്ക് എന്ത് ചെയ്യണം? ഓടിപ്പൊക്കളം പറയുകയാണ്. ലോത്തും കുടുംബം എന്ത് ചെയ്തു? ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോൾ സംഭവിച്ച കാര്യമാണ്. ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കി. ഇന്ന് ഓട്ടക്കളത്ത് നമ്മളെല്ലാവരും ഓട്ടക്കളത്ത് ഓടുകയാണ്. പക്ഷേ പലരും എന്ത് തിരിഞ്ഞു നോക്കുക, ബേക്കോട്ട് നോക്കുക. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുഖം നോക്കി എന്ത് ചെയ്യാം? നമുക്ക് യാത്ര ചെയ്യാം. ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. അവൾ ഉപ്പ് തൂണായി മാറി. ഉപ്പ് തൂണ എന്ത് ചെയ്തു? ലോത്തിന്റെ ഭാര്യ മാറി. സംഭവിച്ചാൽ ശ്രദ്ധിക്കണമേ. അത് അവിടെ സംഭവിച്ച സോദോം ഗോമോര എന്ന പട്ടണം ദൈവം തീ കൊണ്ടെന്ത് ചെയ്തു? നശിപ്പിക്കാടിയായി തീർന്നു. ദൈവത്തെ മറന്നപ്പോൾ വഷളത്ത് നിറഞ്ഞ പാപം നിറഞ്ഞ ആ ദേശത്തെ, ആ പട്ടണത്തെ ദൈവം തീ കൊണ്ടെന്ത് ചെയ്തു? നശിപ്പിക്കാടിയായി തീർന്നു. ഹല്ലേലൂയ. നോക്കണമേ, ലോത്ത് എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടു. അവർ രക്ഷ പ്രാപിച്ചു. മടങ്ങിയവനാകെ ഈ കാലം പരിശോധിച്ചേ, ഈ കാലം നോക്കിയേ. ദൈവഭയമുണ്ടോ? ദൈവത്തിന് അകന്ന് ജീവിക്കല്ലേ? പാപത്തുനിന്ന് പാപത്തിലേക്ക്, ലോകത്തുനിന്ന് ലോകത്തിലേക്ക്. ഓ ജീസസ്, ഹല്ലേലൂയ. ലോകത്തിലേക്ക്. ഇന്ന് ദൈവം വേണ്ട, യേശു വേണ്ട. ഇന്ന് ലോകം മതി, ലോകത്തിലെ സന്തോഷം മതി. കുഞ്ഞേ, ലോകത്തിലെ സന്തോഷം എല്ലാം താൽക്കാലികമാണ്. ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗി പറയും, ആ മായ സകലത് മായത്രേ. ഹല്ലേലൂയ. ഇത് മായയാണ്, ഇത് താൽക്കാലികമാണ്. ഈ ലോകം താൽക്കാലികമാണ്. നമുക്ക് നിത്യഭവനം ഒരുക്കുന്നുണ്ട്, അത് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഈ ഭൂമി നമ്മൾ താൽക്കാലികമാണ്, കുറച്ചു ദിവസം ഈ പാർപ്പിടമുള്ളൂ. പക്ഷെ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് ഇന്നത്തെ കാലം പരിശോധിച്ചാൽ അറിയാം. ഇന്ന് ഹല്ലേലൂയ മനുഷ്യന് പേടിയില്ല. ഹല്ലേലൂയ. മനുഷ്യന് സ്നേഹമില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ദൈവം സ്നേഹം തന്നെ. ദൈവം പറഞ്ഞു ശത്രുക്കളെ എന്ത് ചെയ്യുന്നു പറഞ്ഞു? സ്നേഹിക്കുവാൻ പറഞ്ഞു. ഇന്ന് ശത്രുക്കളെ പോയിട്ട് മിത്രങ്ങളെ പോലും എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. സ്വന്തം സഹോദരനെ പോലും എന്ത് ചെയ്യില്ല? സ്നേഹിക്കാൻ കഴിയും. നോക്കണമേ, നമ്മൾ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുന്ന വാർത്ത ഒത്തിരിയാണ്. എല്ലാം ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് എന്തില്ല? സ്നേഹമില്ല. കുടുംബത്തിനകത്ത് എന്തില്ല? സമാധാനമില്ല. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല. ഭാര്യ ഒരു വശത്ത്, ഭർത്താവ് മറ്റൊരു വശത്ത്, തലമുറകൾ മറ്റൊരു വശത്ത്, ഇങ്ങനെ ചിന്ന ഭിന്നമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന കുടുംബത്തിലെ പ്രത്യേകത, അവർ ഐക്യതയോടെ ദൈവത്തിന് നിലനിൽക്കുന്ന കുടുംബമാണ്. ഹല്ലേലൂയ. അവർ സമാധാനത്തോടെ, അവർ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുന്ന കുടുംബമാണ്. ഒരു തെളിവൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സമയപരിധിന് മാത്രം വചനം എടുക്കാതെ പോകുന്നത്. ഹല്ലേലൂയ. നോഹ പ്രവാചകൻ നമുക്കറിയാം,
ശക്തനായ പ്രവാചകൻ നോഹ പ്രവാചകനോട് പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം, ഒരു പെട്ടകത്ത് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. എന്തിനാ പെട്ടകം ഉണ്ടാക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു മഴ വരാൻ പോവുകയാണ്, 40 രാവും 40 പകലും എന്ത് ചെയ്യാൻ പറയാം, മഴ വരാൻ പോവുകയാണ്. ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പെട്ടകം എന്ത് ചെയ്യണം, ഉണ്ടാക്കി അതിനകത്ത് പ്രവേശിക്കണം. നോഹ പ്രവാചകൻ പറഞ്ഞു, പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ദൈവം അളവെല്ലാം കൊടുത്തു. അപ്രകാരം എന്ത് ചെയ്തു, പെട്ടകം ഉണ്ടാക്കി കിളിവാതിൽ വിട്ടു, കിളിവാതിലൊക്കെ ഉണ്ടാക്കി, മെയിൻ പ്രധാന വാതിൽ ഉണ്ടാക്കി, എല്ലാം ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ചെയ്താരെന്നറിയണ്ടേ? അത് നോഹ പ്രവാചകൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നോഹ പ്രവാചകൻ എന്ത് ചെയ്തത്, പെട്ടകം ഉണ്ടാക്കിയ. ഇത് പറഞ്ഞാരെന്നറിയണ്ടോ? ദൈവമാണ് ഇത് പറഞ്ഞത്, പെട്ടകം ഉണ്ടാക്കാൻ. ശ്രദ്ധിക്കണം, അടുത്ത ഭാഗം ചിന്തിപ്പിച്ച ഭാഗം അത് തന്നെയാണ്. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, വിളിച്ചു പറയണം, ജനത്തോട് വിളിച്ചു പറയണം, മഴ വരാൻ പോവുകയാണ്, പ്രളയം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഈ പെട്ടത്തെ എന്ത് ചെയ്യണം, കയറിക്കൊള്ളണം. പക്ഷേ ആരും എന്ത് ചെയ്തില്ല, അനുസരിച്ചില്ല. ആരും എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. അത് പൊട്ടായി, അവൻ കള്ളൻ എന്ന് പറഞ്ഞത് ദുഷിച്ചു. നോഹ പ്രവാചകൻ എന്ത് ചെയ്തു, അവനെ ദുഷിച്ചു. ഒരു ദൈവദാസനെന്തിന് വില കൽപ്പിച്ചില്ല, ഒരു അഭിഷക്തനെന്ന വില കൽപ്പിച്ചില്ല, ഒരു പ്രവാചകനെന്ന വില കൽപ്പിച്ചില്ല. അത് എല്ലാരും തള്ളി പറഞ്ഞപ്പോൾ ദൈവം തന്റെ വിശ്വസ്തയോട് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ചെയ്തെടുക്കാടിയായി തീർന്നു. ആരും ശ്രദ്ധിക്കണമേ, അവിടെ സംഭവിച്ച കാര്യം ആരും അംഗീകരിച്ചില്ല. പക്ഷെ ആരും അംഗീകരിച്ചില്ലെങ്കിലും ദൈവത്തിന് സമയമായപ്പോൾ നോഹയോട് പറഞ്ഞു, പെട്ടെന്ന് ഇരണ്ടായി മൃഗത്തെ എല്ലാം കയറ്റിയിട്ട് നിങ്ങൾ പെട്ടെന്ന് കയറാൻ പറഞ്ഞു. നോഹയും കുടുംബം, വചനം പറയും 40 ജനം എന്ന് വെച്ച് 8 പേർ നോഹയും കുടുംബം ആ പെട്ടകത്ത് ചെയ്തു, കയറി. അടുത്ത ഭാഗം പറയുന്നു, സമയമായപ്പോൾ ദൈവം വാതിലെന്ത് ചെയ്തു, അടച്ചു. എന്താ നോഹ വാതിലടയ്ക്കാത്തെ? എന്റെ ചിന്തയാണ്, എന്താ നോഹ പ്രവചന വാതിലടയ്ക്കാത്തെ? നോഹ പ്രവചന വാതിലടച്ചു കഴിഞ്ഞാൽ ഒരുവേള മനസ്സലിവ് തോന്നും. നമ്മളെപ്പോലെ മനസ്സലിവൊക്കെ എന്ത് ചെയ്യും, അയ്യോ പാവം, അവരുടെ കയറിക്കോട്ടെ, മനസ്സലിവ് തോന്നും. പക്ഷേ ഹല്ലേലൂയ, അവിടെ നോഹ പ്രവചന വാതിൽ എന്ത് ചെയ്തില്ല, അടപ്പിച്ചില്ല. വാതിലടച്ചത് സ്വർഗത്തിൽ ദൈവമായിരുന്നു. ദൈവത്തിന് പദ്ധതി നോക്കണമേ. ഇത്രയും തൊണ്ടകീരി നോഹ പ്രവചനം വിളിച്ചു പറഞ്ഞിട്ടും ആരും എന്ത് ചെയ്തില്ല, വകവെച്ചില്ല, ആരും അംഗീകരിച്ചില്ല, ആരും വില കൽപ്പിച്ചില്ല. സംഭവിച്ച ശ്രദ്ധിക്കണമേ, എപ്പോഴാണോ സമയമായത്, നോഹ പ്രവാചകൻ കുടുംബമായത്ത് കയറി, ദൈവം വാതിലടച്ചു, മഴ പെയ്തു തുടങ്ങി. എന്നെ ചിന്ത പറയാം, മഴ പെയ്തപ്പോ ആൾക്കാരൊക്കെ അത് മുട്ടിക്കാണും, പെട്ടത്ര നന്ദി കാണും, മുട്ടി കാണും. നോഹ പ്രവാചകൻ മനസ്സിലാക്കി കാണും, പക്ഷെ തുറക്കാൻ ചെയ്തില്ല, കഴിഞ്ഞില്ല. എല്ലാവരും പ്രളയത്തിൽ എന്ത് ചെയ്തു, അവരെല്ലാവരും നശിച്ചു പോകേണ്ടതായി തീർന്നു. ഉണ്ടോ? ദൈവത്തെ മറന്നു ജീവിച്ചപ്പോൾ സംഭവിച്ചത്, അവരെല്ലാം നശിച്ചു പോയി. ബൈബിൾ വ്യക്തം വിളിച്ചു പറയുന്നു, തന്റെ ഏകജാതനായ പുത്ര വിശ്വസി ആരും എന്ത് ചെയ്യരുത്, നശിച്ചു പോകുന്നുണ്ടോ? ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ അവരാരും എന്ത് ചെയ്യും, നശിക്കത്തില്ല. പക്ഷെ ദൈവത്തെ അവഗണിച്ചു, തന്റെ അഭിഷേകത്തെ അവഗണിച്ചപ്പോൾ സംഭവിച്ച ഇപ്രകാരമാണ്. ഹല്ലേലൂയ, അവഗണിച്ചപ്പോൾ അവരെല്ലാം നാശത്തിലേക്ക് പോകുകയായി തീർന്നു. ഹല്ലേലൂയ, നോക്കണമേ. ഹല്ലേലൂയ, ഇന്നത്തെ കാലം പരിശോധിച്ച് ദൈവദാസന്മാരെ തൊണ്ടകരി വിളിച്ചു പറയുക, നിങ്ങൾ യേശുവിന്റെ സമയമായി, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിപ്പീൻ. ഇന്ന് ഈ സായാഹ്ന സമയം എനിക്ക് പറയുന്ന ഒരു അഭിഷക്തൻ, ഒരു ദൈവദാസൻ എന്ന അധികാരം പരിഞ്ഞുകൊണ്ട് എനിക്ക് പറയുവാനുള്ള ഒറ്റ വാക്കാണ്, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിന് വരാൻ വേണ്ടി ഒരുങ്ങാൻ തയ്യാറാകുക. യേശുവിന്റെ സമയമായി. നിങ്ങൾക്കറിയാമോ, കവലകൾ എല്ലാ ദിവസവും വിളിച്ചു പറയുക, ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബിലൂടെയും എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും, എല്ലാ കവലകളിലും, എല്ലാ സുവിശേഷമായ യോഗങ്ങളിലും, എല്ലാ കൺവെൻഷൻ വേദികളിലും എല്ലായിടത്തും വിളിച്ചു പറയുകയാണ്, യേശുവിന്റെ സമയമായി. എവിടെ കേൾക്കാനാണ്? ഇതുവഴി കേട്ട് എന്ത് ചെയ്യാണ്? കളയുന്ന തലമുറയാണ്. നമുക്ക് വില കൊടുക്കാൻ തയ്യാറാകാം. നമുക്ക് എപ്പോഴും യേശുവിനെ നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. ലോകസമ വിളിച്ചറിയിക്കുന്നത് ആ പ്രാണനാഥന് വരെ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ, ശ്രദ്ധിക്കണമേ, ആ പ്രാണനാഥന് വരെ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. യേശു പ്രസംഗിച്ച ഭാഗം അറിയാമോ? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇന്ന് ഈ സായന സമയം
അല്ലെങ്കിൽ ഇതിന് ശേഷം ചിലപ്പോൾ ലൈവിൽ കാണുന്ന ഒത്തിരി പേര് കാണാം. ഈ മീറ്റിന് ശേഷം ഇത് കാണുന്ന വാച്ച് ചെയ്ത ഒത്തിരി സഹോദരന്മാർ കാണാം. സഹോദര, നിങ്ങൾ യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ, യേശുവിനെ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ, ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നത് യേശുവിനെയാണ്. നിങ്ങൾ യേശു സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മതത്തിലായിക്കോട്ടെ, നിങ്ങൾ ഏത് ജാതിയിലായിക്കോട്ടെ, നിങ്ങൾ ഏത് പാരമ്പര്യത്തിലായിക്കോട്ടെ, ഏത് ട്രഡീഷനിലായിക്കോട്ടെ, അത് പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറാകുക. നിങ്ങൾ യേശു സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ നശിച്ചു പോകരുത്. നിങ്ങൾ മദ്യവെച്ച് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. സഹോദര, ഓ താങ്ക് യു ജീസസ്. സഹോദര, നീ നശിക്കരുത്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്റെ സന്ദേശം ഇപ്പോൾ ചില കേട്ടില്ലെങ്കിലും ഇതിനുശേഷം ചില മദ്യപാനികൾ വാച്ച് ചെയ്യും. ദൈവം അങ്ങനെ പറയുന്നു, പരിശുദ്ധം അങ്ങനെ പറയുന്നു. ചില മദ്യപാനികൾ ഈ സന്ദേശം കേൾക്കും. എനിക്കറിയും ഇത്രയും പ്രതിസന്ധി സഹിച്ച് ഞാൻ ഈ മീറ്റ് ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, യേശു ആരൊക്കെ സ്നേഹിക്കുന്നുണ്ട്, യേശു ആരൊക്കെ സ്നേഹിക്കുന്നുണ്ട്, യേശു സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ സന്ദേശം മറ്റാർക്കും ബ്ലെസ്സിംഗ് ആയില്ലെങ്കിൽ ഏതൊക്കെ മദ്യപാനികൾക്ക് അനുഗ്രഹം തരാൻ പോവുകയാണ്. അവരെ കെട്ടാമ പൊട്ടിക്കാൻ പോവുകയാണ്. അവരെ സ്വർഗം സ്നേഹിക്കുന്നുണ്ട്. അവരെ യേശു സ്നേഹിക്കുന്നുണ്ട്. യേശു അവരെ ആദരിക്കുന്നുണ്ട്. അവരെ കർത്താവ് സ്നേഹിക്കുകയാണ്. ചില മദ്യപാനികൾ ആഗ്രഹം വിട്ട് യേശുവിനെ സ്വീകരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില മദ്യപാന യേശുവിനെ സ്വീകരിക്കാൻ പോവുകയാണ്. ചില കഞ്ചാവിന് അടിമപ്പെട്ട്, പാപത്തിന് അടിമപ്പെട്ട്, ലോകമോഹത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ചിലരെ യേശു സ്നേഹിക്കുകയാണ്. ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾ ഉയർത്തുന്നത് നസ്രനായ യേശുവിനെയാണ്. യേശുവിന് മാത്രമേ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വിടിയിപ്പാൻ കഴിയത്തുള്ളൂ, നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരുത്തിന് രക്ഷയില്ല. രക്ഷിക്കപ്പെടുക ആകാശത്തിൽ മനുഷ്യൻ നൽകപ്പെട്ട ഏകം നാമം, അത് യേശു എന്ന നാമം മാത്രമാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഓ താങ്ക് യു ജീസസ്. അവൻ എന്താ പ്രയോജനം? ഇത്രയും അധ്വാനിച്ച് ആഡംബര വീട് വെച്ചു, സമ്പത്ത് കൂട്ടി, ഹല്ലേലൂയ, വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടി, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും തന്നെ ആത്മാവിനെ നഷ്ടമാക്കി കഴിഞ്ഞാൽ എന്താ പ്രയോജനം? അല്ലെ, ഇന്ന് കുടുംബങ്ങൾക്കകത്ത് ആഡംബര ജീവൻ നയിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ആഡംബര ജീവൻ നയിക്കുക, പക്ഷേ അവരെ കുടുംബത്തെ എന്തിലും സമാധാനമില്ല. എല്ലാം ഉണ്ട്, പൈസയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, സമയാസമയം നല്ല ഫുഡ്, ലക്ഷറി ഫുഡ് ഉണ്ട്, ലക്ഷറി ടൈപ്പിൽ എന്ത് ചെയ്യുന്നു നടക്കുന്നുണ്ട്. പക്ഷേ അവരെ ഹൃദയത്തിൽ സമാധാനമില്ല. ഓ താങ്ക് യു ജീസസ്. സമാധാനം തരാൻ ഒറ്റ വ്യക്തിക്ക് കഴിയത്തുള്ളൂ. അത് ഞാൻ ഈ ഉയർത്തുന്ന നസ്രനായ യേശുവിന് മാത്രമേ സമാധാനം തരാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ യേശുവിൽ ആശ്രയിക്കൂ, യേശുവിൽ പിൻഗമിക്കൂ. നിങ്ങൾക്ക് സമാധാനം തന്ന് മാനിപ്പാൻ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ യേശു മതിയായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം വേഗത്തിൽ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാൻ തയ്യാറാകാം. യേശുവിന് വരവിൽ നമുക്ക് ഒരുങ്ങാൻ തയ്യാറാകാം. ഹല്ലേലൂയ. സദൃശവാക്യം 16-25 വാക്യം പറയുന്നു, ഒരുവന് ഒരു വഴി ചൊവ്വായി തോന്നും, പക്ഷെ അതിന്റെ അവസാനമോ മരണമത്രേ. നമ്മുടെ മുമ്പിൽ 2 വഴിയുണ്ട്. ഒന്ന് നാശത്തിലേക്കുള്ള വഴി. അത് വഴി വിശാലമാണ്, ആർക്ക് വേണം പോകാം, ഒരു കുഴപ്പമില്ല. ഏത് സഹോദരനും ഏത് സഹോദരിക്കും പോകാം, എങ്ങനെ തോന്നി വേണം ജീവിക്കാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ അടുത്തൊരു വഴിയുണ്ട്, അത് ഇത്തിരി ഞെരുക്കമാണ്, അത്തിരി കഷ്ടതയാണ്, അതിത്തിരി വേദനയാണ്, അതിന് ഭാരമുള്ള വഴിയാണ്. ഞെരുക്കമുള്ള വാതിൽ. അതുവഴി പോയാൽ മാത്രമേ നിത്യത പോകാൻ കഴിയത്തുള്ളൂ. ഈ സന്ദേശങ്ങൾ എന്റെ ദൈവമക്കളെ, സഹോദരങ്ങളെ, അഭിഷക്തന്മാരെ, നമ്മൾ ഈ കഷ്ടപ്പെടാൻ അറിയണ്ടേ? ഇത്രയും ശരീരം നോക്കാതെ വേണം, തൊണ്ട നോക്കാതെ വേണം, ശരീരത്തിന് വിലക്കിനെ നോക്കാതെ വേണം, ഇത്രയും തൊണ്ടയ്ക്ക് നമ്മൾ ഒരുമിച്ച് പ്രസംഗിക്കുന്ന യേശുവിനെ ഉയർത്തുന്ന എന്തെന്ന് അറിയണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും നശിച്ചു പോകരുത്. കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതയുണ്ട് സഹോദര, സഹോദരി, മാതാവേ,
പിതാവേ, അഭിഷക്തനെ, ദൈവദാസിയെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതയുണ്ട്. പക്ഷേ അടുത്ത് വചനം എഴുതി വെച്ചിരിക്കുന്നു, കഷ്ടതയെ ഈ ലോകത്തെ മാത്രമല്ല, കഷ്ടതയെ മാത്രമല്ല, സകലത്തെ ജയിച്ച ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നു. നമുക്കറിയാമോ, ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നു. തന്റെ 10 മക്കൾ മുമ്പിൽ മരിച്ചു കിടക്കുക, തനിക്കുള്ളെല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ഭാര്യ വരെ തന്നെ എന്ത് ചെയ്തു? വെറുത്തു. ഭാര്യ പറയുക നിന്റെ ദൈവത്തെ ത്യജിച്ചു കളയാൻ പറയുക. സ്വന്തം ഭാര്യ പറയുക ദൈവത്തെ ത്യജിച്ചു കളയാൻ പറഞ്ഞപ്പോൾ അവിടെ ഇയ്യോബ് ചെയ്ത കാര്യമാണ്, ഇയ്യോബ് തന്നെ പത്തിയെ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. ഇന്ന് ആര് കൂടെ ഇല്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് മതി നമുക്ക്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം ഈ ലോകമല്ല, നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. ഹല്ലേലൂയ. നമ്മൾ നിത്യത ഒരുങ്ങാൻ തയ്യാറാകാം. നിത്യത പോകണ്ടേ? ലോകത്തിൽ നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ, ലോകത്തിലെ സുഖം തേടി മുന്നോട്ട് പോയാൽ നമുക്ക് നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് നിത്യനാശത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മെ വിളിച്ചൊരു ദൈവമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടം ഉണ്ട് എങ്കിൽ ധൈര്യപ്പെടും. ഞാൻ ലോകത്തെ എന്ത് ചെയ്യുന്നു? ഈ കഷ്ടത എന്നല്ല പറഞ്ഞിരിക്കുന്ന, ലോകത്തെ ജയിച്ച ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് അനുരൂപമാകാതെ, റോമാലേഖനം 12:2 പറയുന്നു, ലോകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുരൂപമാകരുത്. അതിനോടൊപ്പം ഇഴുകിച്ചേർന്ന് പോകരുതെന്ന്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം ഓടിച്ചു വിടുക. ലൂക്കോസ് സുവിശേഷം 13:3 പറയുന്നു, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഓ ജീസസ്. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നത് ആരും നശിച്ചു പോകരുത്. അപ്പൊ നമ്മൾ നശിക്കരുത്. കർത്താവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ആരും നശിച്ചു പോകരുത്. നമുക്കൊരു മാനസാന്തരം, ഒരു മടങ്ങി വരാൻ ആവശ്യമാണ്. മടങ്ങി വരാൻ തയ്യാറാകാം. ഹല്ലേലൂയ. എവിടെയാണ് വീണുപോയത്? എവിടെയാണ് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയത്? നമുക്ക് ഇന്ന് മടങ്ങി വരാൻ തയ്യാറാകാം. കർത്താവ് എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അഭിഷിക്തന്മാരെ, ദൈവമക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ചർച്ചയിൽ പോകുന്നു അത് വിഷയമുള്ള കാര്യമല്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിത്യത പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്, നമ്മൾ ആരും നശിച്ചു പോകരുത്. നമ്മളെല്ലാവരും നിത്യത കരസ്ഥമാക്കണം. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആരോടൊക്കെ ദൈവത്തിന് അങ്ങനെ ഇടപെടുകയാണ്. ദൈവത്തിന് ശക്തം ഇടപെടുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരു പ്രയോജനമില്ല. എല്ലാം വേസ്റ്റാണ്. അധ്വാനിച്ചതും ഇവിടെ പ്രാർത്ഥിച്ചതും ഇവിടെ ഉപവസിച്ചതും എല്ലാം വെറുതെയാണ്. നമ്മുടെ ആത്മാവ് നഷ്ടപ്പാക്കി പോകരുത്. നമുക്കൊരുക്കാൻ തയ്യാറാകാം. വെളിപ്പാട് പുസ്തകം പറയുന്നു 22-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം പറയുന്നു, ഹല്ലേലൂയ, 11-ാം വാക്യം, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യം, അനീതി ചെയ്യുന്ന എന്ത് ചെയ്യട്ടെ? അനീതി ചെയ്യട്ടെ. അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാണട്ടെ. നീതിമാൻ ഇനി എന്ത് ചെയ്യട്ടെ? നീതി ചെയ്യട്ടെ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധേയമായ ചിന്തയാണ്. ഇന്ന് ലോകം നോക്കിയേ. ഇന്ന് ഹല്ലേലൂയ, മ്ലേച്ഛതയിലേക്ക്, പാപത്തിലേക്ക് ജനം പൊക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ബൈബിൾ വ്യക്തം വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നോഹ പ്രവാചന കാലം പോലെ ആയി തീരും. ഹല്ലേലൂയ. അപ്പൊ നോഹ പ്രവാചന കാലം പോലെ ആയി തീരും. ഹല്ലേലൂയ. അപ്പൊ അത് ആയിക്കൊണ്ടിരിക്കുക. ഇന്ന് ദൈവം വേണ്ട, ഇന്ന് യേശു വേണ്ട, ഇന്ന് ലോകം മതി. ലോകത്തിലെ ഇഷ്ടങ്ങൾ മതി, ലോകത്തിലെ ഇമ്പങ്ങൾ മതി. ഇന്ന് മറ്റൊന്നും വേണ്ട. ഇന്ന് നമുക്ക് വിളിച്ചു പറയാം, ലോകത്തിലെ സ്നേഹത്തെക്കാൾ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോക സ്നേഹം വിട്ട് നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറാകാം. കുഞ്ഞേ, നീ തകർന്നു പോകരുത്, നീ ഭാരപ്പെട്ടു പോകരുത്, നീ വിഷമിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. ഈ സായന സമയം നിങ്ങൾ ഒരുമിച്ച് ഉയർത്തുന്നത് ആ യേശുവിനെയാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങൾ നശിച്ചു പോകരുത്. അനീതിച്ചോട്ടെ, അഴുക്കാടുന്ന ഇനിയും അഴുക്കാടിക്കോട്ടെ. നമുക്ക് ഒരുങ്ങാം.
യേശു ഒരിക്കൽ വന്നത് അത് മാനവകുലത്തിലെ പാവത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അടുത്ത യേശു വരാൻ പോവുകയാണ്. രണ്ടാമതായി എത്ര പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. യേശു രണ്ടാമതായി വരാൻ പോവുകയാണ്. വരുന്നത് ഹല്ലേലൂയ നമ്മെ വിശുദ്ധിയും വേർപാടും പാലിച്ച്, ദൈവത്തിലെ കൽപ്പന പ്രമാണിച്ച്, വചനം അനുസരിച്ച്, വിശുദ്ധി വേർപാടും പാലിച്ച് ഒരുങ്ങി നിൽക്കുന്ന തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് ഒരുങ്ങാൻ തയ്യാറാകാം. നമുക്ക് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ആരംഭമാണ്. ഈ ആരംഭമാണ്. ഇതൊക്കെ അറിഞ്ഞോണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതൊക്കെ അറിഞ്ഞോണം. പ്രാണനാഥൻ വരവ് ഏറ്റവും ആസന്നമായി. ഓ ഇത് കൃപായുഗമാണ്. യേശുവിന്റെ സമയമായി. ഓ ശാന്തര വൈഡവാന പരാജരികമാണ്. യേശുവിന്റെ സമയമായി. ഒരുങ്ങിക്കഴിഞ്ഞാൽ ആ പ്രാണനാഥനൊത്ത് മണവാട്ടി സഭയായ കാന്തയെ ചേർക്കുവാൻ യേശു വരുമ്പോൾ, മണവാളൻ വരുമ്പോൾ നമുക്ക് പോകണമെങ്കിൽ യേശുവിന്റെ ഹല്ലേലൂയ ഒരുങ്ങിയാൽ മാത്രമേ, വിശുദ്ധി വേർപാട് പാലിച്ച് ഹല്ലേലൂയ വചനം അടിസ്ഥാനത്തിൽ ഒരുങ്ങിയാൽ മാത്രമേ മണവാളിനൊപ്പം പോകുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, നമ്മൾ വിവാഹവേദി പോകുന്നവരാണ്. വിവാഹത്തിന് പോകുമ്പോൾ ലോക്കൽ ഡ്രസ്സ് ആരും ധരിക്കാറില്ല. ലോക്കൽ ഡ്രസ്സ് ആരും പോകാറില്ല. മറിച്ച് നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കടയിൽ പോകുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യും? സാധാ ഡ്രസ്സ് ധരിച്ചെന്ത് ചെയ്യും? പോകും. പക്ഷെ അവിടെ ആരും കാണാനില്ല, ശ്രദ്ധിക്കാനില്ല. പക്ഷെ വിവാഹവേദി എന്ന് പറയുന്നത് ഒത്തിരി പേർ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഇപ്രകാരം ഒരു വിവാഹവേദിക്ക് നമ്മൾ ഇത്രയും ഒരുങ്ങുന്നുവെങ്കിൽ, ഒരു വിവാഹവേദി പോകുവാൻ നമ്മൾ ഇത്രയും ഒരുക്കം, ഡ്രസ്സ് തലേദിവസം ഡ്രസ്സ് അയൺ ചെയ്യും, തലേദിവസം എല്ലാം തേച്ച് റെഡിയാക്കി വെക്കും. ഹല്ലേലൂയ. എല്ലാം ഒരുങ്ങും, തലേദിവസം എല്ലാം ക്രമീകരിച്ച് വെക്കും. കാരണം പിറ്റേ ദിവസം നേരത്തെ പോകണം. ഞാൻ ചോദിക്കാം, ഒരു വിവാഹവേദി പോകുവാൻ, ഒരു വിവാഹ സ്ഥലത്ത് പോകുവാൻ ഇത്രയും നമ്മൾ ഒരുങ്ങുന്നുവെങ്കിൽ, ഹല്ലേലൂയ, യേശുവിന്റെ വരവിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ഒരുങ്ങുന്നുണ്ട്. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഏകദേശം 12 സ്ക്രീൻ ഞാൻ കാണുന്നുണ്ട്. അത് നമുക്ക് ഒരുങ്ങാൻ തയ്യാറാകാം. ആ പ്രാണനാഥൻ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. ഓ താങ്ക് യു ജീസസ്. യേശുവിന്റെ സമയമായി. എപ്പോൾ വരുന്ന ആർക്കും അറിയില്ല, എപ്പോൾ വരുന്ന ആർക്കും പറയാൻ കഴിയത്തില്ല. നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ചിലപ്പോൾ രാത്രി ആയിരിക്കാം, ചിലപ്പോൾ പകലായിരിക്കാം. എപ്പോൾ വരുന്ന ആർക്കും പറയാൻ കഴിയത്തില്ല. ലോകസഭ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാണനാഥൻ വരവേറ്റ വാസനമായിരിക്കുന്നു. നമുക്കൊരുങ്ങാൻ തയ്യാറാകാം. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, നമ്മൾ ബസ് യാത്ര ചെയ്തവരാണ്, ട്രെയിൻ യാത്ര ചെയ്തവരാണ്. നമുക്കറിയാം, ഹല്ലേലൂയ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബസ് യാത്രയ്ക്ക് വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ ഒരു ബസ് പോയാൽ അടുത്തൊരു ബസ്സുണ്ട്. ഒരു ബസ് പോയാൽ അടുത്ത ബസ്സുണ്ട്. അടുത്ത് ശ്രദ്ധിക്കണമേ, നമ്മൾ ട്രെയിനിൽ പോകാൻ നിൽക്കുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ ട്രെയിൻ പോയി കാണും. ആ ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ട്രെയിനിന് നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ഒരു ട്രെയിൻ പോയി അടുത്ത ട്രെയിനുണ്ട്. ഫ്ലൈറ്റ് നോക്കിയേ, ഒരു ഫ്ലൈറ്റ് പോയി അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്, അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസം ഉണ്ട്. ആ രാജ്യത്ത് പോകാൻ ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ യേശുവിൻ്റെ വരവ് അത് ഒരിക്കലേ ഉള്ളൂ, ഒറ്റ വരവാണ്. ആ വരവിൽ നാം എടുക്കപ്പെട്ടാൽ സന്തോഷമാണ്. നമ്മൾ നിത്യത്തിൽ പോകാൻ പറ്റും. തള്ളപ്പെട്ടാൽ, ഇവിടെ അധ്വാനിച്ചത്, ഇവിടെ ഉപവസിച്ചത്, ഇവിടെ പ്രാർത്ഥിച്ചത്, ഇവിടെ കഷ്ടപ്പെട്ടത് എല്ലാം വൃഥാവാണ്. ഇന്ന് ഈ സായന സമയം എനിക്ക് പറയാനുള്ളത്, നാം തള്ളപ്പെട്ട കൂട്ടത്തിലല്ല, ചേർക്കപ്പെട്ട കൂട്ടരായി തീരട്ടെ. ആ പ്രാണന വരവ് ഏറ്റവും ആസനമായിരിക്കുന്നു. നമുക്ക് പറയാമപ്പ, ഞങ്ങൾ തള്ളപ്പെട്ടു പോകരുത്. അപ്പ ഞങ്ങളെ ചേർക്കുന്ന ആ അപ്പന്റെ വരവിൽ, ആ പ്രാണനാഥന്റെ വരവിൽ, മധ്യാകാശത്തിൽ യേശു വരുമ്പോൾ ഞങ്ങളെ ചേർക്കണമേ. നമുക്ക് ഒരുങ്ങാൻ തയ്യാറാകാം. വിശുദ്ധിയും വേർപാട് പാലിച്ച് ഹല്ലേലൂയ, യേശുവിന്റെ വരവിൽ നമുക്ക് ഒരുങ്ങാൻ തയ്യാറാകാം. ഓ ഹല്ലേലൂയ, യേശു വരെ സമയമായി. പാട്ടൊരു പ്രകാരം, പോകണം ഒരു നാൾ ഈ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ
സ്വന്തം വീടുണ്ടക്കരെ നാട്ടിൽ. അതെ, സ്വന്തം വീടുണ്ട് കേട്ടോ, അത് അക്കരെ നാട്ടിലാണ്. ഹല്ലേലൂയ. നമുക്ക് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാൻ തയ്യാറാകാം. ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും, എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, നമ്മുടെ യേശുവിന്റെ വരവിൽ പോയില്ല എങ്കിൽ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാണ്. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. യേശുവിന്റെ വരവിൽ ഒരുങ്ങാൻ തയ്യാറാകാം. പ്രിയമാന്യ ശ്രോതാവേ, സഹോദര സഹോദരി, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ലോകം നശിച്ചു പോകും, ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകും. നിങ്ങൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യുക. നിങ്ങൾ യേശു സ്നേഹിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെടുക. നിങ്ങൾ ഹല്ലേലൂയ രക്ഷ അനുഭവിക്കുക. യേശു കാണിച്ച മാതൃകയാണ് സ്നാനം. നിങ്ങൾ സ്നാനപ്പെടണം. ഹല്ലേലൂയ. യേശു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശു യോഹന്നാന്റെ കഴുക്കീഴിൽ യോർദാനിൽ മുങ്ങി സ്നാനം ഏറ്റു. യേശു കാണിച്ച മാതൃകയാണ് മുങ്ങി സ്നാനം ഏൽക്കുക. അപ്രകാരം സ്നാനമേറ്റ് അമ്മ കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോയി വിശുദ്ധി ജീവിതം നയിച്ച്, ഹല്ലേലൂയ, അമ്മ വേർപാട് പാലിച്ച് വിശുദ്ധി ജീവിതം നയിച്ച് മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ യേശുവിന്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയും. ഇല്ലെങ്കിൽ നാം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറയും, 2 വഴിയുണ്ട്. ഒന്ന് നിത്യനാശത്തിലേക്കുള്ള വഴി, 2 നിത്യതയ്ക്കുള്ള വഴി. ഹല്ലേലൂയ. നമുക്ക് ഒരുങ്ങാം നിത്യതയ്ക്കുള്ള ആ വഴിയിലൂടെ. ഓട്ടക്കളത്ത് ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്ന ഏകനത്രേ. ഇന്ന് രാത്രി ഈ സായന സമയം പറയാം, ആ ഒരു ഏകൻ ഞാനായി തീരട്ടെ. ഓ താങ്ക് യു ജീസസ്. എത്രയൊക്കെ അങ്ങനെ പ്രത്യാശയുണ്ട്. ആ ഒരു ഏകൻ അത് ഞാനായി മാറട്ടെ. കർത്താവ് അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ. അതിനുവേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റുന്ന വിഷയം എല്ലാ കണ്ണിലും അടയപ്പെടട്ടെ. എന്റെ സമയപരിധിയുള്ള വാക്കുകൾ വിരാമം ഒരുക്കുന്നു. എല്ലാ കണ്ണിലും അടയ്ക്കാം. കർത്താവിനെ പ്രാർത്ഥിയ യേശുവേ, ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. ഒരിക്കൽ കൂടെ വരവിന് വേണ്ടി കേൾക്കുവാൻ, അല്പമായി കേൾക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പാ, ഞങ്ങളുടെ വരവിനോട് ഒരുക്കണം. നിങ്ങൾ എവിടെയാണ് ഒരുക്കേണ്ടത്? വചനം പറയുന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നു. വചനം. ഓ ചീസപ്പാ, ഞങ്ങൾ ഒരുക്കണം കർത്താവേ. നമ്മുടെ വചനത്താൽ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണം. കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഈ രാത്രികഥ ഇപ്രകാരം മീഡിയയിലൂടെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എന്ന അവസരങ്ങൾക്ക് നന്ദി കർത്താവ്. ഇതിന് മുഖാന്തരമായി തീർന്ന റോസ് ഫാമിലിക്ക് സ്തോത്രം. പ്രിയ റോസ്ലിൻ സിസ്റ്ററിനെ സ്തോത്രം. ഈ ഗ്രൂപ്പിലെ എല്ലാ അഡ്മിനിസ്ട്രേഷനെ സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരും വിളിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സായന സമയം ഈ സന്ദേശം കൈമാറിയത് ചില മണിക്കൂർ കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ കാണുന്ന ഒത്തിരി വേണ്ട കർത്താവേ, അവർക്ക് അനുഗ്രഹമായി തീരണം. കർത്താവ് രക്ഷ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് മാനസാന്തരം എന്തെന്നറിയാത്ത, യേശു എന്തെന്നറിയാത്ത, കർത്താവ് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, യേശുവിനെ അറിഞ്ഞുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ അവർക്ക് രൂപാന്തരം ഉണ്ടാകട്ടെ. അവർ മാനസാന്തരപ്പെടട്ടെ. അവർ രക്ഷ കരസ്ഥമാക്കട്ടെ. അവർ സ്നാനപ്പെടട്ടെ. അവർ വിശുദ്ധി വേർപാട് പാലിച്ച് നിൽക്കട്ടെ. ഒരുങ്ങുന്ന ദിവസങ്ങളാക്കി കർത്താവ് തീർക്കുന്നതിനായി ഒരുമിച്ച് നന്ദിയപ്പ. ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ദൂതുകൾക്ക് നന്ദി കർത്താവേ. കർത്താവ് പ്രതി അയച്ചതിനെ സ്തോത്രം. ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവെ കേട്ട് കഴിയുമ്പോൾ രോഗത്തോടെ, ഭാരത്തോടെ, വേദനയോടെ കുടുംബം തകർന്ന്, കുടുംബത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവർക്ക് ആശ്വാസവും സമാധാനവും ദൈവനിലേക്ക് മാനിക്കണമെന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അങ്ങത്തിന് അഭിഷക്തൻ എന്ന അധികാര പരിധിയുന്നുണ്ട്. ജനത്തെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വരവിനോട് ഒരുക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം. പ്രാർത്ഥന കേട്ടകവയെ നന്ദി. സകലമാന മഹത്വം അങ്ങിത്തരുന്നു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും ആശ്വസിച്ച പരിശുദ്ധ നമ്മുടെ സംസർഗം കൂട്ടായ്മ കാവലും നാം ഇന്ന് കേട്ട ദൂതന നിവൃത്തിയോളം കർത്താവിന്റെ 2ാം വരവരെയും നിത്യമായി നിലകൊള്ളുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാണിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാറാനാഥ, യേശു വരെ സമയമായി. യേശുവിന്റെ വരവിനോട് ഒരുങ്ങാം. നമ്മളെല്ലാവരെയും ദൈവം ഒരുമിച്ച് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.